കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പ്രതി. കൊലപ്പെട്ട അനിലയുടെ ഭർത്താവ് കൊട്ടിയം തഴുത്തല വഞ്ചിമുക്കിന് സമീപം തുണ്ടിൽ മേലതിൽ വീട്ടിൽ പത്മരാജനാണ് കേസിലെ പ്രതി. സുഹൃത്തുമായി ചേർന്ന് ബേക്കറി തുടങ്ങിയതിനു പിന്നാലെ ഭാര്യ അനില തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലുണ്ടായെന്നാണ് പത്മരാജൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഭാര്യയുടെ സുഹൃത്തും ബേക്കറിയുടെ പാർട്ട്ണറുമായ ഹനീഷ് ലാൽ തന്നെ മർദ്ദിച്ചതും പകയ്ക്ക് കാരണമായെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. കാറിൽ അനിലയ്ക്കൊപ്പം ഹനീഷാകും ഉണ്ടാകുക എന്നായിരുന്നു പത്മരാജൻ കരുതിയിരുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് അനില സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്ന് വാനിലെത്തിയ പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. അനില തൽക്ഷണം മരിച്ചു. ബേക്കറിയിലെ ജീവനക്കാരൻ കൊട്ടിയം പുല്ലിച്ചിറ സോണി നിവാസിൽ സോണി ജോസഫിന് പൊള്ളലേറ്റ സംഭവത്തിന് ശേഷം പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അനിലയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പത്മരാജനെ കൊല്ലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടപ്പാക്കട നായേഴ്സ് ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ മാസം അനില തുടങ്ങിയ ബേക്കറിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കവും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. താൻ അറിയാതെ അനിലയുടെ സുഹൃത്ത് പട്ടത്താനം സ്വദേശി ഹനീഷ് ലാൽ ബേക്കറിയിൽ പണം മുടക്കിയത് സംബന്ധിച്ച് പത്മരാജനും അനിലയും തമ്മിൽ വഴക്കുണ്ടായി. ഹനീഷ് ലാൽ പത്മരാജനെ മർദ്ദിച്ചതും പ്രതികാരത്തിന് ഇടയാക്കി. ദീർഘകാലമായി കൊട്ടിയം ടൗൺ SNDP ശാഖായോഗം സെക്രട്ടറിയായ പത്മരാജന്റെ ആദ്യ ഭാര്യ ഉഷ 2003-ൽ മരിച്ചു. തൊട്ടടുത്ത വർഷം അനിലയെ വിവാഹം ചെയ്തു. അനിലയെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണമാണ് പത്മരാജൻ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ബേക്കറി തുടങ്ങുന്നതിന് ഹനീഷ് ലാൽ മുടക്കിയ പണം തിരികെ നൽകി പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തി. മണിക്കൂറുകൾക്കുള്ളിലാണ് കൊലപാതകം. ബേക്കറി പൂട്ടി അനിലയ്ക്കൊപ്പം ഹനീഷ് ലാലും കാറിൽ കയറും എന്നാണ് പത്മരാജൻ കരുതിയത്. പക്ഷേ കാറിൽ കയറിയത് സോണിയായിരുന്നു. പിന്നാലെ സ്കൂട്ടറിലാണ് ഹനീഷ് ലാൽ വന്നത്. ചെമ്മാൻമുക്കിലെത്തിയപ്പോൾ ഇയാൾ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. തൊട്ടു പിന്നാലെ അനിലയുടെ കാറിന്റെ മുൻവാതിലിനോട് ചേർന്ന് പത്മരാജൻ വാൻ ഇടിപ്പിച്ച് നിർത്തിയ ശേഷം വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ പെട്രോൾ കാറിലേക്കൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു.